യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് കോട്ടയം ചങ്ങനാശ്ശേരി പന്തളം വഴി പോകുന്ന സൂപ്പർ ഡീലക്സ് എക്സ്പ്രസ് ഉടനെ തന്നെ സ്റ്റാൻഡിൽ നിന്നും 100 സ്റ്റാൻഡ് വിട്ട് പോകുന്നതായിരിക്കും. സാറേ ഞാൻ വേറെ ചോദിച്ചിട്ടെ, ഇവിടുന്ന് കുറ്റിപ്പുറത്തേക്ക് വണ്ടി ഉണ്ടോ? കുറ്റിപ്പുറത്തേക്കോ? എടാ ഈ വണ്ടി വല്ലപ്പോഴൊക്കെ കുറ്റിപ്പുറത്ത് കയറും. എന്തു കിരണങ്ങൾ ഒളിവീശില്ല രജനി അവളുടെ രാവൾ അവളുടെ രാവൾ. ഞാൻ ചേട്ടനോടും ചോദിച്ചില്ല. ഞാൻ KSRTC കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. KSRTC ശരിയല്ല. എന്താ ശരിയല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? KSRTC ശരിയല്ല ചേട്ടന് മാത്രമേ ഒന്നുള്ളൂ, ഞങ്ങൾക്ക് അത് കറക്റ്റായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇത് KSRTC കറക്റ്റ് ആണെന്ന്. കേരള റോഡ് ട്രാൻസ്പോർട്ട് അമ്മേ കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല. ഇയാളെന്താ മരിക്കാൻ പോണ്ടത്? കണ്ട കൈരളിയാ കളരിയാ. ഈ കേരള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ലെന്ന് ചേട്ടൻ. കേരള റോഡ് KSRTC. നീ അതന്നെ SIയുടെ പോലെ KSRTC എന്ന് പറഞ്ഞാൽ തല്ലടാ. മാറിക്കേട്ടാ ചേട്ടനെ തല്ല ഞങ്ങളെ കൊണ്ടുപോയില്ല. കാരണം വെച്ചാൽ KSRTC എന്ന് പറഞ്ഞ സംഭവം നല്ല ഒരു സംഭവമാണ്. കേരളത്തിലെ നാനാ ഭാഗത്തേക്കും വണ്ടിയുള്ള സ്ഥലമാണ് KSRTC. താടിയുള്ള എന്റെ അഹംഭാവമാണ്. ആ താടി ഉണ്ട്, എന്റെ അഹംഭാവത്തിൽ എനിക്കുണ്ട്. എടാ KSRTC കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. ഈ KSRTC ശരിയാണെന്ന് പറഞ്ഞാൽ താനാരാണ്? ഞാൻ KSRTCയിലാണ് കണ്ടക്ടർ. നല്ല മര്യാദക്ക് പറയാം, കള്ളു കുടിച്ചിട്ട് പറയില്ല. KSRTCയിലെ കണ്ടക്ടർ. എടാ കള്ളു കുടിച്ചത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു. വ്യക്തമായിട്ടെന്ന് പറഞ്ഞു. ഇതാണ് തന്റെ കുഴപ്പം. താൻ കള്ളു കുടിച്ച ആകെ അലമ്പായിട്ട് നടക്കാണ്. താൻ KSRTCയിലെ കണ്ടക്ടർ എന്ന് പോലും കറക്റ്റായിട്ട് പറയാൻ തന്നെ കൂടെ പറ്റുള്ളൂ. എടാ KSRTCയിലെ ഞാൻ ആള് മനസ്സിലായി. അത് വേണ്ട, ഞാൻ ടിക്കറ്റ് കൊടുക്കണ ആള് ടിക്കറ്റ് കൊടുക്കണ ആള് അങ്ങനെ കണ്ടക്ടർ. പക്ഷേ KSRTC ശരിയല്ല. KSRTC ശരിയല്ലേ? കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല. നമ്മുടെ സർക്കാരിന്റെ വണ്ടിയാണ് KSRTC. KSRTC ശരിയല്ല. താനെന്താ അത് പറയാനുള്ള കാരണം എന്താണ്? മോനെ ഞാൻ ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് കൊടുത്തു. എന്റെ അമ്മനാണ് അച്ഛനാണ് ടിക്കറ്റ് കൊടുത്തു. പിന്നെയാണ് ടിക്കറ്റ് കൊടുത്തു. പൈസ വാങ്ങിച്ചു. പൈസ മേടിച്ചു. പൈസ ഗവൺമെന്റിന് കൊടുത്തു. അതിനെന്നെ താൻ ടിക്കറ്റ് അയ്യപ്പസ്വാമി താൻ വണ്ടി കയറി ടിക്കറ്റ് കൊടുത്ത് സസ്പെൻഡ് ചെയ്തു. എടോ തന്നെ സസ്പെൻഡ് ചെയ്യണ. താൻ ടിക്കറ്റ് കൊടുത്ത് ആ കാശ് മേടിച്ച് അത് കോർപ്പറേഷൻ കൊടുത്തു. പിന്നെ തന്നെ എന്തിനാ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യം എന്താണ്? മലയാളത്തിൽ പറയാത്. പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല, ഇംഗ്ലീഷാ. മിനിമം വിദ്യാഭ്യാസ യോഗ്യത വേണം. എനിക്കത് ഇത്തിരി കുറവാണ്. ചേട്ടൻ അതുണ്ടല്ലോ. നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? ചേട്ടനാ വെള്ളം അടിച്ചാ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ചേട്ടനാ വെള്ളം അടിച്ചാണ്. ഇവിടെ നിന്ന് അടണ്ട് ഒന്ന് പിടിച്ചേക്ക് അവിടേക്കൊന്ന്. അത് നീ ചെറുതടിച്ചിട്ടുണ്ട്, എനിക്കറിയാം. എടാ KSRTC കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയല്ല. ശരിയല്ല എന്ന് പറയുന്നത് കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ശരിയാണത്. ടിക്കറ്റ് കൊടുത്തു. പൈസ വാങ്ങിച്ചു. കോർപ്പറേഷന് കൊടുത്തു. ഞാൻ ചെയ്തത് തെറ്റാണോ? ചേട്ടൻ വണ്ടിയിൽ കയറി കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സിൽ കയറി ടിക്കറ്റ് കൊടുത്തു. ആ കാശ് കോർപ്പറേഷൻ കൊടുത്തു. പിന്നെ എന്താണ് ഇവിടെ തെറ്റ്? ചേട്ടൻ എന്തിനാ പിന്നെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം എന്നത്? അസംബ്ലി എന്നെ എന്ത് സസ്പെൻഡ് ചെയ്തു? സസ്പെൻഡ് ചെയ്തു. അതെന്താണ് കാരണം? എന്താണത്? KSRTC ശരിയല്ല. ചേട്ടാ KSRTC ശരിയാണ്. KSRTCക്ക് യാതൊരു കുഴപ്പമില്ല. ഞാൻ ടിക്കറ്റ് കൊടുത്തു. പൈസ മേടിച്ചു. കോർപ്പറേഷൻ കൊടുത്തു. അത് കോർപ്പറേഷന് കൊടുക്കണമല്ലോ. അത് ചേട്ടന് ടിക്കറ്റ് തന്നെ സർക്കാരല്ലേ? സർക്കാരിന് ആ കാശ് മേടിച്ചിട്ട് ചേട്ടൻ കോർപ്പറേഷനിൽ ഇങ്ങനെ കാശ് തിരിച്ചടക്കേണ്ടത് തെറ്റാണോ? തെറ്റല്ലത്, അത് കറക്റ്റാണ്. പിന്നെ എന്തിനാണ് ചേട്ടൻ സസ്പെൻഡ് ചെയ്തത്? മോനെ ഞാൻ നിന്നോട് സത്യസന്ധമായിട്ട് തുറന്നത്. പറഞ്ഞോ. ഇതൊന്ന് മരിക്കാൻ പോണ കാര്യം പറയത്. ശ്വാസം മുട്ടിട്ട് അമ്മനെ വിളിച്ചടാ. പറഞ്ഞോ, കാര്യം പറ. ടിക്കറ്റ് കൊടുത്തു. KSRTC ശരിയല്ല. ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് കൊടുത്തു. പൈസ വാങ്ങിച്ചു. പൈസ മേടിച്ചു.
കോർപ്പറേഷൻ കൊടുത്തു. ആ എന്താണ് തെറ്റ്? ഞാൻ ചെയ്തത് തെറ്റാണോ? ഇല്ല, ചേട്ടൻ ചെയ്ത് തെറ്റല്ല. അതിനെന്നെ സസ്പെൻഡ് എന്നെ സസ്പെൻഡ് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ ടിക്കറ്റ് കൊടുത്ത് കാശ് മേടിച്ച് കോർപ്പറേഷൻ തിരിച്ചേൽപ്പിച്ചു. അപ്പൊ ചേട്ടൻ സസ്പെൻഡ് ചെയ്ത് KSRTC ശരിയല്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് നിനക്ക് അറിയേണ്ട സംഭവം. ഞാൻ പൈസ മേടിച്ചു, ടിക്കറ്റ് കൊടുത്തു. ടിക്കറ്റ് കൊടുത്തു. KSRTC കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എല്ലാ കോർപ്പറേഷനും എല്ലാ കോർപ്പറേഷനാണ്. എല്ലാ കോർപ്പറേഷനും ഒന്നല്ലേ വിചാരിച്ചിട്ട് ഞാൻ ആ കാശ് കൊണ്ട് ബിവറേജ് ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുത്തു. എവിടെ കൊണ്ടേ കൊടുത്തു? ബിവറേജ് കോർപ്പറേഷനിൽ കൊണ്ട് കൊടുത്തു. ഇവിടെ വന്നേ തെണ്ടി, ബിവറേജ് കോർപ്പറേഷനിൽ കൊണ്ടേ കൊടുത്താ നിന്നെ സർവീസ് സസ്പെൻഡ് ചെയ്ത പോലെ പിരിച്ചു വിടാൻ നിന്നേക്കെ. ഇതാണ് ഞാൻ പറഞ്ഞ KSRTC ശരിയാണ്.